Hello friends, എല്ലാവർക്കും മോംസ് കുക്ക് ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്കപ്പോൾ അത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ഞാനൊരു 15 ബദാം എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 7 ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ചേർത്തിട്ട് നമുക്കിത് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഫൈനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കസ്റ്റാർഡ് പൗഡർ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 ഗ്ലാസ് പാലോടെ ചേർത്ത് കൊടുത്തിട്ട് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതിനായിട്ട് എടുത്തിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ വാനില ഫ്ലേവേർഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡർ ഇതിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ 250 ml മെഷറിംഗ് കപ്പിൽ 3 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് മിക്സൂടെ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അടിയിൽ ചിലപ്പോൾ അടിഞ്ഞെടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച ബദാമും ഷുഗർ മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പോൾ നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കാനായിട്ട്. ഇതപ്പോൾ കട്ട പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ചെറുതായി ഒന്ന് തിക്കായിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയൊക്കെ മതിയാവും. നമുക്കപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യും. ഇതപ്പോൾ നമ്മൾ ഇറക്കി വെച്ചാലും ചെറുതായിട്ട് ഒന്നുകൂടെ തിക്കാവും. അപ്പോൾ അതനുസരിച്ച് വേണം കേട്ടോ നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ചൂട് ആറുവരട്ടെ. അതിനുശേഷം നമുക്ക് ഫ്രൂട്ട് കസ്റ്റാർഡ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കസ്റ്റാർഡ് മിൽക്കിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഫ്രൂട്ട്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രൂട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ആപ്പിള് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഗ്രേപ്സ് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് അതോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് ഗ്രേപ്സ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് മാംഗോ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് ഡേറ്റ്സ് കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ആൽമണ്ട്സ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫ്രൂട്ട് കസ്റ്റാർഡിന് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ. ഇത് നിർബന്ധമൊന്നുമില്ല. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വേണമെങ്കിലും സെർവ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നാലും ഇത് തണുപ്പിച്ചിട്ട് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അതുകൊണ്ട് ഞാനിത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഇതപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഓൾ എന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക.